എത്ര നടന്ന് ഇവിടെ നിന്നാ കിട്ടും എന്തെങ്കിലും? വല്ലാത്തൊരു സ്ഥലമായി പോയല്ലോ. എത്ര സമയം നോക്ക 1:15 മണിയായി. ആര് പറഞ്ഞ? അല്ല, ആര് പറഞ്ഞാൽ ഇതെന്ത് സ്ഥലത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നല്ലോ അല്ലേ? എന്തൊക്കെയോ ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ. ശ്മശാനൊക്കെ ഉണ്ടോ അവിടെ? വെറുതെ പേടിപ്പിക്കല്ലേ അങ്ങായി. എന്തോ ഒരു മണം കേൾക്കില്ലേ? ഇത് വേണോ? ഒരു ശവങ്കത്യമാണോ? ശവങ്കത്യമാണോ? അല്ലേ തന്നെ മനുഷ്യൻ നായിയൊക്കെ അത് ഓലിയിടുന്ന എന്തോ ഒരു പാലപ്പൂവിന്റെ മണമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ. പാലപ്പൂവിന്റെ മണമല്ല, പല്ലിയൊക്കെ തന്നെ മണം. അത് പാലപ്പൂവിന്റെ മണം. എന്തെങ്കിലും ഞാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് അവിടെ നിന്ന് കമ്മിറ്റിക്കാരോട് പ്രോഗ്രാം കഴിഞ്ഞാൽ തിരിച്ചൊരു വണ്ടി കിട്ടുന്ന സ്ഥലത്തെങ്കിലും കൊണ്ടുപോയി വിടാൻ പറയണം. ഞാൻ എന്നെ കൊണ്ടാക്കാൻ ഇന്നോവ ഉണ്ടാക്കി തരുമോ? ഇവിടെ പ്രോഗ്രാമിന്റെ പൈസ മുഴുവൻ തന്നില്ലേ കമ്മിറ്റി? പ്രോഗ്രാമിന്റെ പൈസ മുഴുവൻ തന്നില്ല. അല്ലേ? ഞാൻ കണ്ടതാണ് കമ്മിറ്റിക്കാർ നിന്നെ കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു കൂട്ടിക്കൊണ്ടുപോയി പേയ്മെന്റ് തന്ന് അവര് വൗച്ചർ എഴുതി ഒപ്പിടുന്നു. വൗച്ചർ എഴുതി ഒപ്പിട്ടല്ലേ കണ്ടിട്ടുള്ളൂ. ഞാൻ സംഭാവന കൊടുത്ത് കണ്ടോ? സംഭാവന കൊടുത്ത് ഞാൻ കമ്മിറ്റിയിലേക്ക് 200 രൂപ. നീ സംഭാവന കൊടുക്കാൻ എന്റെ അടുത്ത് വിനോദ തരികട ഇറക്കരുത് കേട്ടോ. ഞാൻ കുറെ കാലം ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് പ്രോഗ്രാം പോണ്. വീട്ടിന്റെ അടുത്തുള്ള അമ്പലത്തില് 20 രൂപ സംഭാവന കൊടുത്തില്ല. നീ വേറെ ഏതെങ്കിലും ഒരു കാട്ടുമൂലുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് 200 രൂപ സംഭാവന. എനിക്ക് പൈസ കുറച്ചേ തന്നിട്ടുള്ളൂ. ഓക്കെ, എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഇപ്പൊ പെട്ടമാതിരിയാണല്ലോ ഉള്ളത്. പേയ്മെന്റ് ഉണ്ടോ? അല്ല, പേയ്മെന്റ് ഇന്നത്തെ പേയ്മെന്റ് ഉണ്ടോ? പേയ്മെന്റ് അങ്ങ് തന്നോ? കാരണം എന്താ അറിയോ? അഥവാ ബസ് കിട്ടിട്ട് പോവുകയാണെങ്കിൽ തന്നെ രാവിലെ ആദ്യം ഇറങ്ങുക ഞാനാണല്ലോ. ആ സമയത്ത് എനിക്ക് സ്ഥിരമായിട്ട് ഒരു ഉറങ്ങലുണ്ട്. ഇതെത്രയത്? 400. ഇതിന്റെ പേയ്മെന്റ് ബാക്കിയോ? ഞാൻ പറഞ്ഞില്ല ഒരു മുഴുവൻ തന്നില്ല. ഒരു മുഴുവൻ തന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും. ആ ഭഗവതി ക്ഷേത്രത്തിൽ അതിന്റെ ബാക്കിയോ? ഭഗവതി ക്ഷേത്രത്തിൽ ചോദിക്കാനോ ഭഗവതി ക്ഷേത്രത്തിൽ അതിന്റെ ബാക്കിയുണ്ടോ? ഏത് ഭഗവതി ക്ഷേത്രം? കഴിഞ്ഞ ദിവസം ഭഗവതി ക്ഷേത്രത്തിൽ ഇത് കഴിഞ്ഞപ്പോൾ ഇതന്നെയല്ലേ പറഞ്ഞ് അടുത്തതിനെ എടുക്കാന്ന്. ഭഗവതി ക്ഷേത്രത്തിൽ പൈസ കൊണ്ടാ, ഭഗവതി ക്ഷേത്രത്തിൽ അത് കൊണ്ടാ. ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്നും ഇങ്ങനെ തരികിടായിട്ട് നടക്കല്ലേ. കുറെ കൊല്ലായി മിമിക്രി എന്ന് പറഞ്ഞിങ്ങനെ പേയ്മെന്റ് ചോദിക്കുന്ന സമയത്ത് എനിക്ക് സ്ഥിരമായിട്ടുള്ള ഒരു തരികിട. ബാക്കി കൊണ്ടാ, ബാക്കി ഭഗവതി ക്ഷേത്രത്തിലെ മണ്ണാരെ കുത്തിപ്പൊടിച്ച ആരാണ്ടാ? ഭഗവതി ക്ഷേത്രത്തിലെ മണ്ണാരെ ആരാ കുത്തിപ്പൊടിച്ചത്? ഞങ്ങളല്ല. ഉണ്ടല്ലേ? ഭഗവതി ക്ഷേത്രത്തിലെ മണ്ണാരാ കുത്തിപ്പൊളിച്ചത്? ഞങ്ങളല്ലേ. ക്ഷേത്ര മണ്ണാരിച്ചല്ലേ പൊളിച്ച്? മണ്ണാരെ കുത്തിപ്പൊളിച്ചത് ഞങ്ങളല്ല. രാത്രി സമയത്ത് ഭഗവതി ക്ഷേത്രങ്ങളിലെ ഭണ്ണാരം കുത്തിപ്പൊളിച്ചിട്ട് ആളില്ലാത്ത സ്ഥലത്ത് വെച്ചിട്ട് രൂപ വീതം വെക്കാം. ഞങ്ങൾ കള്ളന്മാരല്ല സാറേ. സത്യം പറയണേ, ഞങ്ങള് കള്ളന്മാരല്ല, മിമിക്രിക്കാരാ. ഞാനത് അറിയാണ്ട് സംഭവിച്ചു പോയതാട്ടോ. ഒന്നും വിചാരിക്കരുത്. സോറി കേട്ടോ, സോറി കേട്ടോ മോനെ. സോറി സാറേ, സോറി കേട്ടോ, സോറി കേട്ടോ. ലീവ് കഴിഞ്ഞ് വരികയായിരിക്കും. പ്രോഗ്രാം കഴിഞ്ഞിട്ട് വരിക. പ്രോഗ്രാമോ? അപ്പൊ യുദ്ധത്തിന് നിങ്ങള് പ്രോഗ്രാം എന്നാ പറയാ? യുദ്ധോ? എന്ത് യുദ്ധോ? സാറേ മിലിറ്ററിക്കാരല്ല, മിമിക്രി. സാറ് മിമിക്രിയാ? അയ്യോ, മിമിക്രി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മിമിക്രി ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളെ ഇവിടെ അടുത്തൊരു ഭഗവതി ക്ഷേത്രത്തിലൊക്കെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടെ പ്രോഗ്രാം കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന സമയത്ത് കമ്മിറ്റിക്കാര് പൈസ തരുമല്ലോ, അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് വീതം വെക്കുകയാണ്. പൈസ കൊടുത്ത മോനെ? പോലെ വിസിറ്റിംഗ് കാർഡ് അങ്ങനെ ഉണ്ടോ? വിസിറ്റിംഗ് കാർഡ് കൊടുക്കുന്ന പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ ആയിക്കോട്ടെ. ഞാൻ പള്ളിയിൽ പോയി പറയും. പള്ളിയിലോ? അല്ല, വീടിനടുത്തുള്ള പള്ളിയുണ്ട്, അവിടെ ഉത്സവം നടക്കുമ്പോഴേ നിങ്ങളുടെ പരിപാടി ട്രൂപ്പിന്റെ പേരൊക്കെ അതിനകത്തുണ്ട്. എന്താണിത്? കാലിക്കറ്റ് പീറ്റർ സ്കോട്ട്. ഞങ്ങൾ രണ്ടുപേരും ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ സാർ എന്തായാലും വിളിക്കാം. അപ്പൊ ഞാൻ ചോദിക്കുന്ന എന്താന്ന് പറയുമ്പോ, അല്ല പോലെ കാര്യങ്ങൾ സംസാരിക്കാൻ ചോദിക്കാനാ. എങ്ങനെ പ്രോഗ്രാം നമുക്ക് തിരക്കാണോ? ഞാനുണ്ടല്ലോ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയ ഭയങ്കര കോമഡിയാ. ഞാനല്ല, ചാനൽ കോമഡി ചാനലുകള് പരിപാടിയാ സ്ഥിരം കാണുക. എനിക്ക് ഭയങ്കര കോമഡിയാ. അപ്പോഴേ മോനെന്താ ചെയ്യല്? ഞാൻ
സ്റ്റാർ അതുപോലെ തന്നെ അനൗൺസ്മെന്റ്. അയ്യോ ഞാൻ കോമഡിയാ. കോമഡി കണ്ടേ കോമഡി ആയിക്കോട്ടെ. അപ്പൊ ഞാൻ സംശയിക്ക് ചില സംശയങ്ങൾ ചോദിക്കാൻ കേട്ടോ. അപ്പൊ ഈ ഗൾഫ് നാടുകളിലെ പ്രോഗ്രാം നമ്മൾ ഇങ്ങനെ കാണാറുണ്ട്. ഞങ്ങൾ പല സ്ഥലത്തും പോയിട്ടുണ്ടല്ലോ. ഗൾഫിൽ പോയിട്ടുണ്ടോ? ഗൾഫ് പോയില്ലേ നമ്മള്? ഇന്ത്യക്ക് പുറമെ എവിടെയാ പോയത്? ഇന്ത്യക്ക് പുറമെ ആലപ്പുഴ പോയില്ലേ? ആലപ്പുഴ ഇന്ത്യക്ക് പുറമേയല്ല. ആലപ്പുഴയല്ല, ഇന്ത്യക്ക് പുറമെ. ആലപ്പുഴയല്ല. ഞങ്ങളിപ്പോ കഴിഞ്ഞ ആഴ്ച ദുബായിൽ ഷോ കഴിഞ്ഞു. ദുബായി പോയി, മസ്കറ്റിൽ പോയി, ഒമാനിൽ പോയി, ഹൈദരാബാദിൽ പോയി, ഹൈദരാബാദ്, സിംഗപ്പൂര് അങ്ങനെ പോയിട്ടുണ്ട്. അവിടെ പോയി. എവിടെ? അവിടെയും പോയിട്ടുണ്ട്. എവിടെ? എവിടെ മോനെ? എം ജി ശ്രീകുമാറിന്റെ കൂടെ പോയത്. സ്വിറ്റ്സർലാൻഡ് അവിടെ പോയിട്ടുണ്ട്. പറയാൻ പറ്റില്ല. സ്വിറ്റ്സർലാൻഡ് പറയാൻ പറ്റില്ല. കോമഡി അല്ലേ? സ്വിറ്റ്സർലാൻഡ് പറയും. പറ്റൂ. അത് പറയും. അതന്നെ പറയും. അവിടെ പോയിട്ടുണ്ട്. അത് പറയും. ഒന്നും കൂടി പറയും. മോനെ പറ്റും, മോനെ പറ്റും. ഞാൻ പഴയ ഒന്ന് പറഞ്ഞു നോക്ക്. അതല്ലേ പറഞ്ഞു നോക്ക്. സിസർ ഫിൽറ്റർ അതന്നെ കിട്ടേറ്റാ. അങ്ങനെയല്ല മോനെ. ഇതാ നോക്ക്. സ്വിറ്റ്സർലാൻഡ് പറഞ്ഞിരുന്നാ സ്വിറ്റ്സർലാൻഡ്. അത് ശരി, ഇങ്ങനെയാക്കിയാ വരൂ. അത് എനിക്ക് വെറൈറ്റിയാ സാറേ. അത് പറഞ്ഞു നോക്കണോ സാറേ? അതല്ല, ഞങ്ങള് പോയ സ്ഥലത്തിന്റെ പേര് അതല്ല. എവിടെയാ? ഉഗാണ്ട. അതാകുമ്പോ മോന്തക്കും ചേരും. ഉഗാണ്ട നല്ലൊരു പേരാ. എനിക്ക് പറ്റിയൊരു പേരാ. ഞാൻ ചോദിക്കട്ടെ, ഈ ടിവിയിലൊക്കെ ഞാൻ പ്രോഗ്രാം കാണുമ്പോ ഇപ്പൊ അമേരിക്കയിലായാലും സ്വിറ്റ്സർലാൻഡിലായാലും നെതർലാൻഡിലായാലും അങ്ങനെയുള്ള ഒരുപാട് ഗൾഫ് രാജ്യങ്ങളിൽ നമ്മൾ ടിവിയിൽ പ്രോഗ്രാം കാണുമ്പോ ഈ കയ്യടിക്കാൻ ഓഡിയൻസ് ഇവിടെ ചന്ദ്രമതിന്റെ ബാബു, ശശി, സിന്ധു, സുമതി ഇവരൊക്കെ തന്നെ ആയിരിക്കും സ്ഥിരമായിട്ട് കയ്യടിക്കണേ. അതെന്താ ഇവിടെ അങ്ങനെ? അല്ല, എനിക്ക് ഇതെന്താ അറിയാം. അവരെ ദിവസം കാണുന്ന എന്താ സംഭവം? ക്യാമറ ടെക്നിക്ക്. എന്തോ 2 നമ്പർ ഞങ്ങൾക്ക് 2 നമ്പർ കാണിച്ചേ സാറേ. ഒന്നാമത് സമയത്ത് നോക്ക് സാർ. 2 മണി കഴിഞ്ഞു. മഞ്ഞാണ്. ശബ്ദം ഭയങ്കരമായിട്ട് ബാധിക്കും. ഈ സമയത്ത് നമുക്ക് മിമിക്രി ചെയ്യാം. മൈക്കില്ലല്ലോ. മിമിക്രി ചെയ്യാൻ പറ്റില്ല. നിർബന്ധമാണോ? നമുക്ക് നിർബന്ധമുണ്ടോ? മിമിക്കുണ്ടോ? ഉണ്ടോ? ചെയ്തു കൊടുത്താൽ ഇല്ലെന്താ മിമിക്രി മൊത്തം? മിമിക്രി ചെയ്യണ സ്റ്റാറാണ്. സ്റ്റാർ ഇതിടാണ്ട് അവന് പറ്റൂല. കെട്ടാലേ അവന് വരുള്ളൂ. ഭയങ്കര സാറേ. ഒരുപാട് ആൾക്കാരെ എടുക്കുവോ? തിരുമ്പി കൂടുതൽ ആൾക്കാർ പേസ്റ്റ് കുളിക്കും വേണ്ട. എടുത്തോന്നാലേ ഏതാ ഞാൻ കൊടുക്കട്ടെ. മിമിക്രി എവിടെ പോണേ? ഇങ്ങോട്ട് പോണ്. ആദ്യമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു മലയാള സിനിമയുടെ ഓമന താരം യുവനടൻ ഇന്ദ്രജിത്ത്. മീശമാധവൻ പോലീസ് ഉദ്യോഗസ്ഥൻ. 10-16 കൊല്ലമായില്ലേ നമ്പൂതിരി സർവീസില്? എങ്ങനെയാണോ ഒരു പ്രതിയെ ചോദ്യം ചെയ്യുന്നത്? അച്യുതൻ നമ്പൂതിരി സ്റ്റേഷനിലോട്ടില്ലേ? നമുക്ക് അവിടെ വെച്ച് പരിചയപ്പെടാം. സാറിന്റെ നാട്ടിലെ പള്ളിയിൽ ഞങ്ങൾക്ക് പരിപാടി പിടിച്ചു കഴിഞ്ഞാൽ സാറിനെ ഞങ്ങൾ ബൂസ്റ്റ് ചെയ്യും. ഇതേ ഡയലോഗിൽ സാറിന്റെ പേരിടൂ. എന്റെ പേരിടൂ. ചന്ദ്രൻപിള്ള. ചെയ്യട്ടെ. ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും ഇന്ദ്രജിത്ത്. ചന്ദ്രൻപിള്ള. ഇന്ദ്രജിത്ത് 10-16 കൊല്ലമായില്ലേ ചന്ദ്രൻപിള്ള സർവീസിൽ? ഇങ്ങനെയാണോ ഒരു പ്രതിയെ ചോദ്യം ചെയ്യുന്നത്? ചന്ദ്രൻപിള്ള സ്റ്റേഷനിലോട്ട് ഇല്ലേ? നമുക്ക് അവിടെ വെച്ച് പരിചയപ്പെടാം. വേറൊരു സംഭവം ഉണ്ട്. തടിലാല് അതാ നിങ്ങളുടെ മുന്നിലേക്ക് ഇതാ വീണ്ടും സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിലെ ലാൽ ലാൽ ലാൽ. ശരിയാണ്, നീ പറഞ്ഞോളൂ ശരിയാണ്. എനിക്ക് 2 മാസം പ്രായമുള്ളപ്പോ എന്നെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഉറക്കി കിടത്തി സ്വന്തം കാര്യം നോക്കി പോയതോടെ സ്ത്രീയാ എന്താ ചന്ദ്രപിള്ള സാറ് കണ്ടുപിടിച്ചു. ഒരുപാടാ
2 വയസ്സ് പ്രായമുള്ളപ്പോ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഉറക്കി നിന്റെ സ്വന്തം കാര്യം നോക്കി പോയ നിന്റെ അമ്മ ചന്ദ്രപിള്ള സാറെ കണ്ടുപിടിച്ചിവിടെ. എന്റെ അമ്മയല്ല, ഇത് ഡയലോഗല്ലേ സിനിമയിലെ കണ്ടുപിടിച്ച് കൊടുക്കടാ. സിനിമയിലെ ഡയലോഗാ. കന്മതോ സിനിമ. അയ്യോ കറക്റ്റാണ്. കോമഡി 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 സാറേ. ടിന്റുമോനില്ലേ, ടിന്റുമോൻ ടിന്റുമോൻ എന്ന് പറയുന്ന ആളാണ് ടിന്റുമോന്റെ കോമഡി അവതരിപ്പിക്കുക. ഞാൻ അച്ഛൻ. പള്ളിയിലെ അച്ഛനോ? അച്ഛാ അച്ഛാ, എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിക്കണം. അതെന്തിനാടാ ഇപ്പോൾ കല്യാണം? അതെ, ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അച്ഛനായിട്ടല്ലാതെ എന്നെ ക്ലാസ്സിലേക്ക് വരണ്ട. അയ്യോ നാളെ പ്രോഗ്രാം ഉണ്ടോ? എനിക്ക് ആന്റണി പെരുമ്പാവൂരിനൊക്കെ അറിയാലോ. ആന്റണി പെരുമ്പാവൂരിനെയോ? സാറിനോ? ഇവിടെ മോഹൻലാലിന്റെ എങ്ങനെ സിനിമയില് എന്റെ അച്ഛന്റെ ഇതെന്താ പേരില് പൊട്ടാത്ത അച്ഛന്റെ എളയമുണ്ടല്ലോ, എളയമന്റെ മൂത്തമ്മന്റെ അനിയന്റെ മോനാണ് ആന്റണി പെരുമ്പാവൂര്. ഇന്ന് സിനിമയില് വിളിച്ചാ സാറിനെയോ? കുറവായി. ആന്റണി പെരുമ്പാവൂരിനൊക്കെ കിട്ടിയിട്ട് സിനിമയിൽ മിമിക്രി അറിയോ? അറിയോ? അബീന്റെ വീട്ടിൽ എന്താ കറിയൊക്കെന്നറിയോ? തക്കാളി കോഴിമുട്ടയും. സ്ഥിരമായിട്ട് ഫ്രീ ആയിട്ട് പാട്ടിട്ടുണ്ട് പരിപാടി കഴിഞ്ഞിട്ട്. ഇതെല്ലാം മുന്നേ എന്റെ നാട്ടില് പ്രോഗ്രാമിന് വന്നിട്ട് തെങ്ങിന്റെ മുകളിൽ പിടിച്ച് കെട്ടിട്ടപ്പോ അബീനെ രക്ഷിച്ച ഞാൻ. ആ ബന്ധം അപ്പൊ ഞാൻ അബീൻ തമ്മിൽ. പിന്നെ വിളിക്കണ്ട. ഞാൻ അബിക്കാന്റെ പരിപാടി TV കാണലുണ്ട്. ആ ബന്ധ കാണാതെ പറ്റി കുറ്റം പറയും. എന്നെ കൂട്ടുങ്ങളെ പരിപാടിക്ക് മിമിക്രി. അല്ല മുന്നേ സാറിന് അതല്ല പോലീസ് പണി ഇല്ലേ സാർ? അല്ല, എനിക്ക് അത് മാത്രം പോരെ, മിമിക്രി ഭയങ്കര ഇഷ്ടമാണ്. അല്ല സാറേ, സാറിന് ഇപ്പൊ എന്ത് കഴിവുള്ളത്? ക്വാളിഫിക്കേഷൻ ഉണ്ട്. അതറിയില്ല? എന്താണ്? 1987 ജാഗ്രതാ പത്രം ബാലകലോത്സവം മിമിക്രി മത്സരം 1ാം സമ്മാനം ചന്ദ്രൻപിള്ള. ഫോട്ടോ ഞാനാണത്. ഞാൻ ചെറുപ്പത്തിൽ ചെറിയ കുട്ടീന്. അതല്ല, അപ്പൊ സാറ് മിമിക്രി ഭയങ്കര മിമിക്രിയാ. ചെയ്യൂ. ഞങ്ങളോട് ചെയ്യാൻ താല്പര്യം. ഒരു മിനിറ്റ്, വേറെ എന്തെങ്കിലും കഴിവുണ്ടോ? വേറെ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടോ? നമ്മള് വന്നപ്പോഴേ നമുക്കിട്ട് നന്നായിട്ട് അടിനാഭിക്കിട്ട് 2 ചവിട്ടി. നാളെ കണ്ടിട്ട് വലിയ ഗുണമുണ്ടെന്ന് തോന്നുന്നു. ചെറിയ പണി കൊടുക്കാം. സാറേ സാറിനെ ഞങ്ങൾ കൂട്ടാം. പക്ഷെ സാറിന്റെ ഒരു ഐറ്റം ഞങ്ങൾക്ക് കാണാം. സാറിന്റെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം. ഏതാ കാണിക്കാ? ഏതായിട്ടാ കാണിക്കാ സാർ? ഞാനിത് ഏത് നായുടെ കുര. നായയുടെ കുര എല്ലാരും ചെയ്യും. അല്ല പറ, ഞാൻ പല അടിപൊളി വെറൈറ്റി സ്കൂളിൽ പഠിക്കും. സാർ ചെയ്തു. മുനെ ഒന്നും വിചാരിക്കരുത് മോനെ. പഴയ തെറ്റുകുറ്റങ്ങൾ ഇട്ട മോനെ. ഇല്ല തെറ്റുകുറ്റങ്ങൾ പഴയ ചെയ്തു. ഇത് പോരാ. സാർ ഇപ്പം പറഞ്ഞാൽ ഫിഗർ ചെയ്യണം. ഫിഗർ ചെയ്യോ സാറ്? നായി ആവണോ? സാറ് നായി ആവണോ? ഞാനിപ്പോ എങ്ങനെ നായിയാവുക? പ്രത്യേകിച്ച് ആവാനില്ലല്ലോ. സാറിന് പറ്റുന്ന പറയാ. അതിന്റെ ഒരു ഭാവം ഉണ്ട്. ഭാവമായി മാറണം. സാർ നായിയായിട്ട് മാറി. തൊപ്പിയും കൂടെ ഞാൻ പിടിക്കാം. മോനെ വണ്ടിയൊന്നും വേണ്ട. വയർലെസ് നോക്കണം മോനെ. നായി കേട്ടോ. ആക്ഷൻ. നടക്കട്ടെ. ഉഷാറായിട്ട് നായ്ക്ക് വെള്ളം കൊടുക്കണം. നായ വെള്ളം കുടിക്കണം. നായ്ക്ക് വെള്ളം വളരെ ഭാവ തീവ്രമായിരിക്കണം. നായ്ക്ക് പേ പിടിക്കുക.
എന്താ ചെയ്യാനിപ്പോ? എന്താ ചെയ്യാ നിന്നോട് ചോദിക്കുന്നത്? പിടിച്ച നായ നമ്മൾ എന്താ ചെയ്യാ? തച്ചു കൊല്ലേണ്ടി വരും. കൊല്ലാള് അതന്നെ നടക്കുള്ളൂ. കൊടുക്ക്. മാനാഞ്ചിറയിൽ നിന്നും നടക്കാവിലേക്ക് നമ്പർ ഇല്ലാതെ ഒരു വാഹനം കടന്നു പോയിട്ടുണ്ട്. ഓവർ.